ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് റിയൽമി 13 Pro സീരീസിൻ്റെ ലോഞ്ച് ഇവൻറ്റിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഈ ഇവൻറ്റിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ 13 Proയും 13 Pro Plusൻ്റെ ലോഞ്ചായിരുന്നു. അപ്പോൾ ഇത് ലേ മെരിഡിയൻ കൊച്ചിയിലാണ് നടന്നത്. അപ്പോൾ ഇതിൽ അമൃഷ മാം ആൻഡ് സ്വാപ്നിൽ ആൻഡ് തേജസ് ഇവർ മൂന്നുപേരാണ് പരിപാടി കണ്ടക്ട് ചെയ്തത്. പിന്നീട് ഈ മൊബൈൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഐയിലാണ്. പിന്നെ ഈ പ്രോ പ്ലസ് സീരീസ് വരുന്നത് ഡബിൾ 50 MB സെൻസറാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സ്പെസിഫിക്കേഷൻ ഞാൻ വീഡിയോയുടെ ഇടയിൽ തന്നെ പറയുന്നതാണ്. അപ്പോൾ ഇതിൽ കൂടുതലും അവർ മൊബൈലിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. പിന്നെ കൂടുതൽ വരുന്ന ടെക്നോളജീസിനെ കുറിച്ചും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത് രണ്ടുമാണ് ഗൈസ് സ്മാർട്ട് ഫോൺസ്. കൂടെ നമുക്കവിടെ വെച്ച് തന്നെ സ്മാർട്ട് ഫോൺസ് അൺബോക്സ് ചെയ്യുകയും പിന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഓരോ ഫോണും എടുത്ത് ടെസ്റ്റ് ചെയ്യുകയായിരുന്നു, 13 Proയും 13 Pro Plusഉം. ദെൻ നമ്മളിത് രണ്ടും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയായിരുന്നു. ഫുഡ് കഴിക്കുന്നതിനുള്ളിൽ തന്നെയാണ് രണ്ട് സ്മാർട്ട് ഫോൺസ് ചാർജ് ആവുകയും ചെയ്തു. ഏകദേശം 13 Pro ആണെങ്കിൽ 45 വാട്ട്സിൻ്റെ, 13 Pro Plus ആണെങ്കിൽ 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ചാർജറും ഇൻക്ലൂഡ് ആണ് ഗൈസ്. പിന്നെ ഞാൻ 13 Pro ആണ് അൺബോക്സ് ചെയ്തത്. അപ്പോൾ നമുക്ക് 13 Proയിലേക്ക് നോക്കാം. ഇതാണ് റിയൽമിയുടെ 13 Pro മോണറ്റ് പർപ്പിൾ എന്ന് പറയും. എനിക്ക് ഈ ഫോണാണ് അൺബോക്സ് ചെയ്യാൻ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഫോൺ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്ന് വെച്ചാൽ അത്ര വലിയ കർവ് എന്നല്ല, ജസ്റ്റ് ഒന്ന് കർവ് ചെയ്താണ് ഇരിക്കുന്നത്. പിന്നെ ഡുവൽ സ്പീക്കേഴ്സും ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് ഗൈസ്. പിന്നെ ഫോൺ അത്യാവശ്യം നല്ല സ്മൂത്താണ് യൂസ് ചെയ്യുന്നതൊക്കെ. കയ്യിലായാലും നല്ല വെയിറ്റ് ഒന്നുമില്ല, നല്ല വെയിറ്റ് കുറഞ്ഞ സ്മാർട്ട് ഫോൺ തന്നെയാണത്. പിന്നെ നമുക്ക് ഇതിൻ്റെ എബോട്ട് സെക്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നമുക്ക് സ്പെസിഫിക്കേഷൻസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഗൈസ് ഈ ഫോൺ വരുന്നത് റിയൽമി UI 5.0 ഗൈസ്. പിന്നെ നമുക്ക് ഫോണിൻ്റെ ക്യാമറ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ക്യാമറ എടുക്കുമ്പോൾ തന്നെ ആദ്യം ഫോട്ടോ മോഡ് തന്നെ നമുക്ക് ഈ ഫോൺ OIS ആണ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സോ നമുക്ക് അത്യാവശ്യം ഷെയ്ക്കൊക്കെ കുറവായിരിക്കും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്, മോഡ്സ്, ഓരോരോ മോഡ്സ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കൂടുതലും മോഡ്സ് നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് ഇതിൻ്റെ വീഡിയോ മോഡ്. ഇതിൽ നമുക്ക് 4Kയിൽ 30 FPS മാക്സിമം ആണ് കിട്ടത്തുള്ളൂ. ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുമോ നമുക്ക് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ 4Kയിൽ 13 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കേസും കിട്ടുന്നുണ്ട്. ഒരു ട്രാൻസ്പെറൻ്റ് അല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റികളാണ്. പക്ഷേ നമുക്ക് അന്നേരം ഡിസൈൻ കാണാൻ പറ്റത്തില്ല എന്നുള്ളൂ സ്മാർട്ട് ഫോണിൻ്റെ. സോ കേസ് അത്യാവശ്യം ക്വാളിറ്റികളാണ്. പിന്നെ കേസിൻ്റെ ക്യാമറ നമുക്ക് എടുത്തു നോക്കാം. ഇതിപ്പോൾ ഹൈ റെസൊല്യൂഷൻ മോഡാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 MB മോഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഈ ഫോൺ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി നമുക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആകുമായിരിക്കും. പിന്നെ കേസിൻ്റെ ക്യാമറ നമുക്ക് വീഡിയോ മോഡിൽ ജസ്റ്റ് നമുക്ക് നോക്കാം. വീഡിയോ മോഡിൽ ഇത് നല്ല OIS സ്റ്റെബിലൈസേഷനാണ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. കേസ് അപ്പോൾ നിങ്ങൾക്ക് കാണാമായിരിക്കും, അത്യാവശ്യം നല്ല ഷേക്ക് ഫ്രീ ആണ് ഫോൺ. കേസ് ഇതാണ് 13 Proയുടെ ബോക്സിലുള്ള ഐറ്റംസ്. അതിനകത്ത് നമുക്ക് ഒരു അഡാപ്റ്റർ കിട്ടുന്നുണ്ട് 45 വാട്ട്സിൻ്റെ. പിന്നെ ഒരു ടൈപ്പ് C A to C കേബിളാണ്. സോ C to C കേബിളല്ല, A to C ആണ്. ദെൻ നമുക്കൊരു പൗച്ചും കൂടെയാണ് അതിൻ്റെ കൂടെ കിട്ടുന്നത്. ഒരു ഗ്രേ ഫിനിഷുള്ളൊരു കേസാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് ഈ ഫോണിന്. UV സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുമ്പോൾ അങ്ങനത്തെ ഗ്ലൂ സൈഡിൽ കൂടെ ഒന്നും ഫോണിൻ്റെ അകത്തോട്ട് കിടക്കാണ്ടിരിക്കാൻ വേണ്ടി നമുക്കൊരു സ്റ്റിക്കേഴ്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൈസ് പിന്നെ നമുക്ക് അടുത്തതായിട്ട് 13 Pro Plus ആണ്. ഗൈസ് നമ്മളിതിപ്പോൾ ഫോട്ടോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന നേരത്താണ് എനിക്ക് Pro Plus കൈ കിട്ടിയത്. അപ്പോൾ അത് നമുക്ക് സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 50 MB ഡുവൽ ക്യാമറയാണ് വരുന്നത്. പിന്നെ ക്വാൽകോമിൻ്റെ 7S Gen 2 ആണ്. പിന്നെ 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ, അങ്ങനെ കുറേ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഗൈസ് നമ്മളിനി നേരെ ഫോൺ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഗൈസ് അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബസ്സിൽ ഫോർട്ട് കൊച്ചിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ ടീംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പോകുന്ന നേരം കൊണ്ട് നമുക്ക് 13 Pro Plusൻ്റെ ബാക്കി ജസ്റ്റ് ഫീച്ചേഴ്സൊക്കെ നോക്കാം. അതപ്പോൾ എഡ്ജ് ലൈറ്റിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് ആനിമേഷൻസ് 2-3 കൂടെ നമുക്ക് കൂടുതൽ വരുന്നുണ്ട്, OnePlusൻ്റെ സ്റ്റൈലിലുള്ള. നിങ്ങൾക്ക് കാണാമായിരിക്കും, ജസ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്തിട്ട്. യെസ്, അപ്പോൾ ഇതാണ് ഒരു 3 എക്സ്ട്രാ വരുന്നുണ്ട്. ബാക്കി എല്ലാം 4.0 ഉള്ളതാണ്. പിന്നെ നമുക്ക് ഈ ഫോണിൻ്റെ എബോട്ട് സെക്ഷനിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പെസിഫിക്കേഷൻസ് കാണാവുന്നതാണ്.
അത് ഇതും റിയൽമി UI 5.9 വരുന്നത് സ്മാർട്ട് ഫോൺ. പിന്നെ 7S Gen 2, അതുപോലെ തന്നെ 5200 mAh ബാറ്ററിയും. പിന്നെ ഇതാണ് ഗൈസ് ഇതിൻ്റെ ക്യാമറയുടെ സാമ്പിള്. അത്യാവശ്യം നല്ല ഷെയ്ക്ക് ഫ്രീ ആണ് ഈ സ്മാർട്ട് ഫോണും. ഗൈസ് നമുക്ക് ക്യാമറ ഓരോ ഷോട്ട്സ് നമുക്ക് നോക്കാം. ഗൈസ് ഇതൊക്കെ അതിനകത്തുള്ള പോർട്രേറ്റ് മോഡിലെടുത്ത പിക്ചേഴ്സാണ് ഇതെല്ലാം. റിയൽമി 13 Pro Plus അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം 50 MB 2 സെൻസറാണ് വരുന്നത്. സോണിയുടെ തന്നെയാണ് 2 സെൻസറും. സോ അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് നമുക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഗൈസ് അങ്ങനെ ഫോട്ടോഗ്രാഫി ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ ഫോണിൻ്റെ എല്ലാ ടെസ്റ്റിങ്ങും കഴിഞ്ഞ ശേഷം നമ്മൾ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങൾ ഉണ്ടായിരുന്ന ടീംസ്. ഇത്രയും പേരായിരുന്നു നമ്മൾ ഫാൻ മീറ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും പിന്നെ അത് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് കാണാവുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.